ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഭീകരതകൾക്കിടയിലായിരുന്നു ഇറാനിൽ സൊഹൈല കോർട്ടിന്റെ ജനനം. യുദ്ധ സൈറനുകളുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം എപ്പോഴും കേൾക്കാം. അമ്മൂമ്മയുടെ വീട്ടിൽ TV കാണുമ്പോൾ പോലും ബോംബ് വർഷത്തിന്റെ കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ പതിവായിരുന്നു. അപ്പോൾ സൊഹൈലയും മറ്റു കുട്ടികളും വാതിലുകളുടെ ഇടയിലോ ചവിട്ടുപടികൾക്കടിയിലോ ഓടി ഒളിക്കും. ഈ ഭയങ്ങളുടെ ഇടയിൽ നിന്നും രക്ഷ തേടിയായിരുന്നു സൊഹൈലിന്റെ കുടുംബം രാജ്യം വിട്ടത്. ആദ്യം ഇറ്റലിയിലെ ടൂറിനിലെത്തി. കാനഡയായിരുന്നു ലക്ഷ്യസ്ഥാനം. ആ ക്രിസ്തുമസ് രാത്രിയിൽ ലോകമെങ്ങും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങവേ കയ്യിലെ പണമെല്ലാം തീർന്ന് ആശങ്കയോടെ സൊഹൈല കോർട്ടിന്റെ പിതാവ് തെരുവിലൂടെ നടക്കുകയായിരുന്നു. കാനഡയിലേക്ക് പോകാൻ വിസ ലഭിക്കുന്നില്ല. ദിവസവും എംബസിയിൽ ചെന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നിരാശനായി തെരുവിലൂടെ നടക്കുമ്പോഴാണ് ഒരു വലിയ പള്ളിയുടെ മുമ്പിൽ എത്തിയത്. അവിടെ യേശുവിന്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. നീ എൻ്റെ ദൈവമല്ല, എന്നാൽ ഈ ദേശത്തിന്റെ ദൈവമാണ്. എൻ്റെ കുടുംബത്തെ രക്ഷിക്കൂ. നിന്റെ ജന്മദിനത്തിൽ ഓരോ വർഷവും ഞാനൊരു ദീപം തെളിയിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണീരോടെ ഒരു മെഴുകുതിരി തെളിച്ചു. ആ വിശ്വാസത്തിന് മുമ്പിൽ യേശു തെളിച്ചത് പുതിയൊരു വഴിയായിരുന്നു. അടുത്ത ദിവസം എംബസിയിൽ പോയപ്പോൾ ഒരു നിമിഷം പോലും താമസമില്ലാതെ വിസ അനുവദിച്ചു. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നുവെന്ന് സുഹൈല പറയുന്നു. കുടുംബം കാനഡയിലെത്തി. പഴയ ഭയമില്ല, യുദ്ധ സൈറണുകളുമില്ല. എങ്കിലും എന്തോ ഒരു ശൂന്യത വേട്ടയാടിക്കൊണ്ടിരുന്നു. അന്തരംഗത്തിലെ ശൂന്യത അവളെ ആത്മഹത്യാ ചിന്തയിലേക്ക് വരെ തള്ളിവിട്ടു. പലവട്ടം അവൾ അതിനോട് അടുത്തെത്തി. എന്നാൽ അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊരു ശബ്ദം അവളെ പിടിച്ചു നിർത്തി. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു സത്യദൈവമുണ്ടെങ്കിൽ എനിക്ക് നിന്നെ അറിയണം. ആ രാത്രി ഉറങ്ങുന്നതിനിടെ പെട്ടെന്ന് ശരീരമാകെ ഒരു വൈദ്യുത പ്രവാഹം പോലെയുള്ള അനുഭവമുണ്ടായി. അടുത്ത ദിവസം അവൾ യേശുക്രിസ്തുവിന് തൻ്റെ ജീവിതം സമർപ്പിച്ചു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം അതായിരുന്നു. ഞാൻ പൂർണ്ണമായും മാറിപ്പോയെന്ന് സൊഹൈല ഓർക്കുന്നു. അവളുടെ തീരുമാനം കുടുംബത്തിൽ വലിയ വേദന സൃഷ്ടിച്ചു. അതുവരെ ഒരുമിച്ചിരുന്ന ഭക്ഷണമേശയിൽ അവൾക്ക് സ്ഥാനമില്ലാതായി. തലമുറകളായി പിന്തുടർന്ന വിശ്വാസത്തിൽ നിന്ന് മകൾ മാറിയതിന്റെ വേദന അവർക്ക് സഹിക്കാനാവില്ലായിരുന്നുവെന്ന് സൊഹൈല പറയുന്നു. എന്നാൽ യേശു എന്നെ പൂർണ്ണയാക്കി. ജീവിതത്തിലെ എല്ലാ കാലത്തും തിരസ്കരിക്കപ്പെട്ടവളായിരുന്ന എൻ്റെ സ്ഥാനം അവൻ എനിക്ക് കാണിച്ചു തന്നു. അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മടിയിൽ ഞാൻ അവനോട് സംസാരിക്കും, ചിരിക്കും, കരയും. ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും അവൻ എൻ്റെ കൂടെയുണ്ട്. അത് ഞാൻ തൊടാവുന്ന അത്രയും യാഥാർത്ഥ്യമാണ്. യുദ്ധം, തിരസ്കാരം, ആത്മഹത്യാ ചിന്തകൾ, കുടുംബം വേർപിരിയൽ എല്ലാം മറികടന്ന് യേശുവിന്റെ സ്നേഹത്തിൽ പൂർണ്ണതയും സമാധാനവും കണ്ടെത്തിയ സൊഹൈല കോർട്ടിന്റെ ജീവിതം നിരവധി ജീവിതങ്ങൾക്കാണ് പ്രചോദനമായി മാറുന്നത്. പ്രത്യേകിച്ച് യുദ്ധപ്രകമ്പനങ്ങൾ നിലയ്ക്കാത്ത ഇറാനിലെ യുവതലമുറയ്ക്ക്.